ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിൻ്റെ അച്ഛങ്ങളുമായിരുന്ന പ്രാർത്ഥനയോട് പങ്കെടുക്കുന്ന പ്രാർത്ഥനയിൽ സഹകാരികളായിത്തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൻ്റെ സ്നേഹവന്ദനം. പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായ ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 170 വാക്യം. എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ, നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. ഒരു സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ പലപ്പോഴും ദൈവം തരാറുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലും നമ്മൾ ആ പ്രാർത്ഥനയിൽ പങ്കാളിയായി മാറുമ്പോൾ നമ്മളും ദൈവത്തോട് പറയേണ്ടത്, അല്ലൊരു എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. നിൻ്റെ വാഗ്ദാന പ്രകാരം അടിയനെ വിടുവിക്കണമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടും കഷ്ടം സഹിക്കുന്ന ആയിരങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. വളരെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിറയപ്പെട്ടതാണ്. ആരുടെയും വിഷയങ്ങൾ എല്ലാവരോടും പങ്കുവെക്കുന്നില്ലെങ്കിലും എല്ലാവരും പ്രാർത്ഥനയിലൂടെ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവരാണ്. ഞാനത് പറയാൻ കാരണം, ഞാൻ അനവധി ആളുകൾക്ക് വേണ്ടി ദിനംതോറും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും സങ്കടങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ആ കേട്ട് മറന്നു പോകാതെ അവരുടെ വിഷയങ്ങളെ എൻ്റെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ യാചിക്കുക. ഹല്ലേലൂയ. കാരണം എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷങ്ങളിൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കാളിയായി തീരണമെന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. കർത്താവെ, ഒരു പകലൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇന്ന് ലോകത്തിൽ പലരും കർത്താവെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ നിരാശയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ നടുവിൽ കർത്താവെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഒരിക്കൽ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനവധി ആളുകൾ ഈ ലോകത്തിൻ്റെ സുഖലോലുപങ്ങൾ വീണ് പാപത്തിൻ്റെ അധീനയിൽ കർത്താവെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ജനം കർത്താവെ വളരെ കഷ്ടതയിലും പ്രയാസത്തിലും സങ്കടത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. അവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കേരളത്തിൻ്റെ 14 ജില്ലകളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികളാൽ നിറയപ്പെട്ട ഈ കേരളത്തിനകത്ത് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടിയുടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾ കാണുകയും കണ്ടുമുട്ടുകയും ചെയ്യുമ്പോൾ അവരുടെ മാനസികമായ വേദനകളെ കർത്താവെ ഞങ്ങൾ അറിയുമ്പോൾ ആ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും പഞ്ച ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് കേരളം നിറയപ്പെട്ട് മനുഷ്യജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കഞ്ചാവും ചരസും കറുപ്പും ആശിഷും ഹെറോയിനും കർത്താവെ ബ്രൗൺ ഷുഗറും കുറുകിയ കർത്താവെ പാൻമസാലകളടക്കം അനവധി മയക്കുമരുന്നുകൾ, കൂടാതെ MDMA അടക്കം സിന്തസിസ് അടക്കമുള്ള ഭയങ്കരമായ മാരകമായ ലഹരികൾ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ സമാധാനത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 14 ജില്ലകളും താമസിക്കുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടം, തമ്മിലടിച്ചും കലഹിച്ചും കർത്താവെ മനുഷ്യൻ ജീവിതം തകരുമ്പോൾ, കുടുംബങ്ങൾ തകരുമ്പോൾ അനവധി ആളുകൾ കർത്താവെ യുവതി യുവാക്കന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ഡേ കെയർ, LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങൾ, വിവിധ കലാലയങ്ങളിലായിരിക്കുന്ന അനവധി ആളുകൾ ലഹരിക്ക് അടിമകളായി കർത്താവെ തകർന്ന് പോകുന്ന കാഴ്ചകൾ. അനവധി ആളുകൾ കഴിഞ്ഞ നാളുകൾ നിയമത്തിന് മുമ്പിൽ പിടിക്കപ്പെട്ടിട്ടും എന്നിട്ട് ഈ തലമുറ അത് കണ്ടിട്ടും കേട്ടിട്ടും അത് അനുസരിക്കാതെ വീണ്ടും പാപത്തിലേക്ക് കടന്നു പോകുന്നൊരു അനുഭവം. കർത്താവ്, ഇനിയെങ്കിലും ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, സ്കൂൾ അവസാനം വരുമ്പോൾ എത്രയോ സ്കൂളിലെ കുട്ടികളാണ് തമ്മിലടിച്ച് കലഹിച്ച് മാതാപിതാക്കൾ വളരെ കണ്ണുനീരോടെ കടന്നു പോകുന്നത്. ഇതിലെല്ലാം ലഹരിക്ക് അടിമകളായി തീരുന്ന ഈ കുഞ്ഞുങ്ങളിൽ കൂടെ സംഭവിക്കുന്ന യഥാർമീയമായ അനുഭവത്തെ മാറി ഇവർക്കൊക്കെ സുബോധത്തിന് ആത്മാവിനെ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ മദ്യലോപികളെ, മയക്കുമരുന്ന് ലോപികളെ ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ പണം ഉണ്ടാക്കാൻ വേണ്ടി, പണം സമ്പാദിക്കാൻ വേണ്ടി കോടികൾ കോടാനുകോടിക്ക് ഉടമകളായി തീരുവാൻ, കോടീശ്വരന്മാരായി തീരുവാൻ സാധാരണയായിരിക്കുന്ന ജനത്തെ തകർത്തവനും മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്കും അടിമയാക്കി
അവരെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന ഇവിടുത്തെ മദ്യലോബികളെ, മയക്കുമരുന്ന് ലോബികളെ ദൈവം സന്ദർശിക്കണമേ. ഹല്ലേലൂയ. അവർ ഒരു വശത്ത് അവർ സന്തോഷിക്കുമ്പോൾ മറുവശത്ത് അനവധി കുടുംബങ്ങൾ കഷ്ടം സഹിക്കുന്നു. മക്കളെ വളർത്തി പ്രായമാക്കി അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ട് മക്കളെക്കുറിച്ച് നല്ല പ്രതീക്ഷയോടെ ആയിരിക്കുന്ന മാതാപിതാക്കൾ കർത്താവെ പിന്നത്തേതിൽ വളരെ കണ്ണുനീരോടെ കടന്നു പോകുന്ന അനവധി സംഭവങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നൊരു മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ കർത്താവെ കൊട്ടേഷങ്ങളും കുണ്ടാസങ്ങളും ഭൂമാവികളും ബ്ലേഡ് മാവികളും സ്ത്രീ മാവികളും കർത്താവിയെ പിടിച്ചുപറിക്കാരും മോഷണക്കാരും ആമീൻ കൊള്ള സംഘങ്ങൾ പെരുകുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരു വിടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ട സഹോദരിമാരൊക്കെയും പാപത്തിൽ വീണ് കർത്താവെ പലപ്പോഴും അധാർമികമായ ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ തകർന്ന് അതിനൊക്കെ ഒരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ മയക്കുമരുന്ന് മുഖാന്തരം എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്, കുടുംബജീവിതങ്ങൾ തകരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി കർത്താവെ മനുഷ്യന് പാപബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അഴിമതിയും കരിഞ്ചന്തയും ഭൂകൃത്യവും പിടിച്ചുപറിയും കൈക്കൂലി തുടങ്ങിയ കർത്താവെ അഴിമതി തുടങ്ങിയ അനുഭവങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിലടിച്ച് അധികാരത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യാൻ മടിയില്ലാതായിരിക്കുന്ന സാഹചര്യങ്ങൾ, മത നേതാക്കന്മാർ തമ്മിലടിച്ച് കലഹിക്കുമ്പോൾ എല്ലാ മേഖലയിലും കർത്താവെ സാത്താൻ തന്ത്രങ്ങൾ മെനയുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ പരസ്പരം കാണുവാനും കേൾക്കുവാനും സഹകരിക്കുവാനും പരസ്പരം സന്തോഷിപ്പാനും സഹോദരങ്ങളെപ്പോലെ കാണുവാൻ ഈ കേരളത്തിലെ ജനത്തെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ത്യ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ത്യ രാജ്യത്തിനകത്ത് കർത്താവെ 29 സംസ്ഥാനങ്ങൾ 7 കേന്ദ്ര പ്രദേശങ്ങളായി 6 ലക്ഷത്തിലേയും ഗ്രാമങ്ങളെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. 145 കോടിയിലധികം വരുന്ന ജനത്തിനായി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എണ്ണത്തിൽ പെടാത്തവർ ഇന്നും ദൈവമാരെന്നറിയാതെ ഈ ലോകത്തിൻ്റെ പാപസ്വങ്ങളിൽ വീണ് അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന അനേക ജീവിതങ്ങൾ, മനുഷ്യ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ മൃഗങ്ങളെപ്പോലെ ആയിരിക്കുന്ന അനവധി ആളുകൾ കർത്താവെ ഭാരതത്തിനകത്തുള്ളപ്പോൾ പരസ്പരം വെട്ടിമരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും തമ്മിലടിച്ചും കർത്താവെ മതം വളർത്താൻ വേണ്ടി രാഷ്ട്രീയം വളർത്താൻ വേണ്ടി പലതും അവർ ചെയ്തു കൂട്ടി കർത്താവെ അനേകം ആളുകളുടെ രക്തം ചൊരിയിക്കുന്ന ഈ ഭാരതത്തിനകത്ത് ഒരു സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. രക്തദാഹികളായിരിക്കുന്ന അനവധി ആളുകൾക്ക് അമ്മ ഭാരതത്തിൽ പെരുകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഞങ്ങളുടെ ഭാരതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യനെ കാണുവാനുള്ള കണ്ടുകൊടുക്കണമേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം ഞങ്ങൾ വചനം വായിക്കുന്ന പോലെ സകല മനുഷ്യൻ മൃഗത്തിന് തുല്യമായി സമാന അനുഭവത്തിൽ കടന്നു പോകുമ്പോഴേ ഒരു മാനസാന്തരം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. മത നേതാക്കന്മാർക്ക് ഒരു മാനസാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാനസാന്തരമായി പ്രാർത്ഥിക്കുന്നു. ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരുടെ മാനസാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ആയിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുക. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി കർത്താവെ ജനം കഷ്ടം സഹിക്കുമ്പോൾ ഹല്ലേലൂയ 800 കോടിയിലധികം ജനത്തിൻ്റെ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, വൈദ്യുതി സംവിധാനങ്ങളില്ലാതെ, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളോ, ഹോസ്പിറ്റലുകളോ, സ്കൂളുകളോ, കോളേജുകളോ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ ലോകരാജ്യങ്ങൾ വിവിധ ഭാഗങ്ങളിലുണ്ട്. കർത്താവെ അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പോൾ ഹല്ലേലൂയ എല്ലാ മേഖലയിലും കർത്താവെ സത്യസുവിശേഷം എത്തുവാൻ ഇടയാകണമേ. 7093 ഭാഷകൾ സംസാരിക്കുന്ന ലോകരാജ്യങ്ങളിൽ 3300 ചില്ലുവാനും ഭാഷകൾ മാത്രം ബൈബിൾ പൂർണ്ണമായും ഭാഗ്യമായും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഞങ്ങളുടെ വരവ് താമസിക്കുന്നെങ്കിൽ എല്ലാ ഭാഷയിലും ബൈബിൾ എത്തേണ്ടതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ തങ്ങളുടെ പാപത്തിൻ്റെ പ്രവൃത്തികളിട്ട് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സകല തിന്മയുടെ അനുഭവങ്ങളിൽ ജനം വിടുവിക്കപ്പെടാനായി, സകല അധാർമികമായ പ്രവൃത്തിയും ജനം വിടുവിക്കപ്പെടാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെയും സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിലായിരിക്കുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ ഞങ്ങൾ ദൈവസ്ഥലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. താവേ ഞങ്ങളുടെ രാജ്യരാഷ്ട്ര തലവന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാരും രാജ്ഞിമാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഗവർണറും പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖല ആയിരിക്കുന്ന സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ ഇവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ. അധികാരത്തിന് വേണ്ടി കർത്താവേ കസേരയ്ക്ക് വേണ്ടി മനുഷ്യനെ ജീവനോടെ കൊന്നെടുക്കുന്ന അനുഭവങ്ങൾ,
കർത്താവെ, ഓരോ രാജ്യങ്ങളും കർത്താവെ കോടിക്കണക്കിന് രൂപയുടെ അണുവായുധങ്ങൾ, ബോംബുകൾ, മിസൈലുകൾ ഉണ്ടാക്കി പരസ്പരം ക്ഷമിപ്പാൻ കഴിയാതെ തമ്മിലടിച്ചും കലഹിച്ചും യുദ്ധം ചെയ്തുകൊണ്ട് കർത്താവെ മനുഷ്യ ജീവിതങ്ങളെ കൊന്നൊടുക്കുന്ന മൃഗീയമായ രാഷ്ട്രീയത്തെ ദൈവം മാറ്റുവാൻ ഈ ജനത്തിനൊക്കെ ദൈവം മാനസാന്തരം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെ സൈനാധിപന്മാരെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, ക്രമസമാധാന പാലന രംഗത്തായിരിക്കുന്ന പോലീസും വിവിധ സെക്ഷനുകളെയും, അല്ലൊരു ഞങ്ങളുടെ ജുഡീഷ്യൽ രംഗത്തായിരിക്കുന്ന വിവിധ മേഖലകളിൽ ക്രൈം ബ്രാഞ്ച്, CBI, ഇന്റർപോൾ, NIA രംഗത്ത് നിൽക്കുന്ന ഞങ്ങളുടെ മറ്റ് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും അധികാരം കയ്യിലെടുത്ത് മനുഷ്യൻ്റെ ജീവനെ ഹാനി വരുന്ന വിധത്തിൽ അപ്പോൾ തന്നെ മനുഷ്യൻ നിയമത്തെ അനുസരിക്കാതെ കർത്താവെ നിയമത്തോട് വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥിതികളും മാറി കർത്താവെ ജനമൊന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷൻ്റെ ഭാഗമായി തീരുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹമായി ജനസത്യത്തിൻ്റെ വാതിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, സഹകരണ മേഖലയിലും പൊതുമേഖലയിലും ആരോഗ്യമേഖലയിലും നല്ലൊരു വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കർത്താവെ ഒരു മാനസാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലൊരു ഈ നാളുകളിൽ കർത്താവെ ജനത്തിൻ്റെ ഇടയിൽ വലിയൊരു വിടുതലയക്കണമേ. നമ്മെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകരാജ്യങ്ങൾക്കകത്ത് ഒരു സമാധാന അന്തരീക്ഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, സകല ഭരണാധിപന്മാരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ. പാപത്തിൻ്റെ വഴികൾ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷൻ്റെ ഭാഗമായി തീരുവാൻ ഹല്ലേലൂയ ജനത്തിൻ്റെ ആത്മീയ കണ്ണ് തുറക്കണമായി പ്രാർത്ഥിക്കുന്നു. സാത്താൻ അവൻ്റെ തന്ത്രങ്ങളുമായി ലോകമെമ്പാട് സാത്താനി ആരാധനകൾ പെരുകുമ്പോൾ, സാത്താനി ഗ്രൂപ്പുകൾ പെരുകുമ്പോൾ ഹല്ലേലൂയ സകല മനുഷ്യൻ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള സകല ജഡികതയും മനുഷ്യ രക്തത്തെ വില കൽപ്പിക്കാതെ സാത്താൻ കർത്താവെ അവൻ്റെ ഇംഗിതങ്ങൾക്ക് വേണ്ടി മനുഷ്യരക്തം ചോര ഊറ്റി കൊടുത്തുകൊണ്ട് അവൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്ന സാത്താനി ആരാധനയിൽ കുടുങ്ങിക്കിടക്കുന്ന അനവധി ആളുകളുടെ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, സാത്താനി ആരാധന ജനം വിടിവിക്കപ്പെടാനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ മറന്നിട്ട് പിശാചിൻ്റെ കെണിയിൽ വീണ് കിടക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രാജ്യരാഷ്ട്രങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനത്തെ കൊടുക്കണമേ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണ യാചകരും ഓർഫണേജിലും ഓൾട്ടേജ് ഹോമിലും ജുവൈൽ ഹോം തടവറയിലായിരിക്കും ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവെ സോഷ്യൽ മീഡിയയൊക്കെ പെരുകി മൊബൈലുകളൊക്കെ സകല ജനത്തിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുകുട്ടികളടക്കം മൊബൈലിനകത്ത് ഗെയിമിനകത്ത് മറ്റ് അശ്ലീലമായ ജടികമായ ഓരോ കാഴ്ചകളും കണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം അവരുടെ കർത്താവെ ഭാവി ചെറുപ്രായത്തിൽ തന്നെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ സുബോധത്തിൻ്റെ ആത്മാവിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലെ യഹോവയുടെ തേജസ്സ് സ്തുതിച്ചിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം പോലെ ഈ ജനം തങ്ങളുടെ പാപത്തിൻ്റെ പ്രവർത്തികൾ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുവാൻ യേശുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അന്ധകാരത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങൾ കർത്താവേ ജനം വിടിവിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. തീരദേശവാസികൾക്ക് വേണ്ടി കടലോര വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്ന ചെറുതും വലുതുമായി വഞ്ചികളും ബോട്ടുകളും കപ്പലുകളുമായി ആയിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ ഹല്ലേലൂയ അവരെയെല്ലാം സൂക്ഷിക്കണമായി. വിൽപ്പന രംഗത്തായിരിക്കുന്നവർക്കായി ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും എല്ലാ ചെറുകിട കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ. പലരും കർത്താവെ രാപകലില്ലാതെ പാടത്തും പറമ്പിലും ഗോറിയിലും കല്ലിനോടും മണ്ണോടും പണിയെടുത്ത് തടിയോടും മരം പണിയെടുത്ത് അത് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് മദ്യത്തിനും മയക്കുമിനും പാൻസ് ലഹരിക്കും അടിമപ്പെടുത്തുകയും ഭവനങ്ങൾ ശൂന്യമായി തീരുന്ന പട്ടിണിയായി തീരുന്ന അനവധി കുടുംബങ്ങളുടെ കണ്ണുനീരുകൾ ഞങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാനസാന്തരം ജനത്തിന് കൊടുക്കണമായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ പാപത്തിൻ്റെ വഴികൾ വിട്ട് കർത്താവെ ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ പാപാന്തര ലോകത്തിൽ കർത്താവെ ജനം ദൈവത്തെ ഭയപ്പെടേണ്ടനായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി കരുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല പൈശാചികനും ജനം വിടിവിക്കപ്പെടാനായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. 2 വീലിലും 3 വീലിലും 4 വീലിലും യാത്ര ചെയ്യുന്ന അനവധി ആളുകൾ കർത്താവെ ഹെവി വാഹനം ഓടിക്കുന്നവർ, അതുപോലെ തന്നെ കർത്താവെ കടലിലും കരയിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ യാത്ര ചെയ്യുന്നവരെയെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ മേഖലയിലും കർത്താവിന് ശുദ്ധീകരണം ഒരു മാനസാന്തര ജനത്തിന് കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവെ മനുഷ്യരെ തകർക്കുന്ന അനവധി മണ്ഡലങ്ങൾ, മനുഷ്യ ജീവിതങ്ങളെ തകർക്കുന്ന അനവധി മണ്ഡലങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ പിടിയിൽ അമർന്നു കിടക്കുന്ന അനേക ജീവിതങ്ങൾ വിടിവിക്കപ്പെടണമായി
ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വിടുതലയക്കണമേ കർത്താവേ. ജനസകല ദുഷ്കർമ്മങ്ങൾ വിട്ട് മടങ്ങി വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ശാരീരികമായി വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നു. ശിരസോട്ട് ഉള്ളങ്കാല് വരെ രോഗസൗഖ്യത്തിൻ്റെ കരം വെളിപ്പെടുവാൻ കർത്താവെ. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദനയും ടോൺസിൽ തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും പെടലിയും ഒക്കെ ബാലൻസ് തെറ്റിയവർ, മുക്കിൽ ദശവളനും ഓണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിനും ലിവറിനും ലെൻസ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന വിവിധ ബ്ലോക്കുകൾ അറ്റാക്കുകളാൽ കർത്താവെ ഭാരപ്പെടുന്ന അനവധി ജീവിതങ്ങൾ അവർക്കെല്ലാം ഒരു വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉദര സംബന്ധമായ യൂട്രസ് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, എല്ലാ നാഡീതരമ്പ് ജോയിൻറ്റുകളിലും പേശികളിലും രക്തധമനികളിലും ഒക്കെ കർത്താവെ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവം ഇടപെടണമേ, സൗഖ്യം കൊടുക്കണമേ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാൽ കർത്താവെ എല്ലാ ഹോസ്പിറ്റലുകളും രോഗികളെ കൊണ്ട് നിറയുമ്പോൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളാൽ ഭാരപ്പെടുന്ന അനവധി ആളുകൾ, ജീവിതം തന്നെ മടുത്ത നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, കർത്താവെ കൃഷി മേഖലയിലും ക്ഷീരമേഖലയിലൊക്കെ പരാജയപ്പെട്ടവർ, ചെറുതും വലുതുമായ അനവധി പ്രതിസന്ധികൾ കടങ്ങളാൽ ഭാരപ്പെടുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവെ ഒരു ശുദ്ധീകരണം കൊടുക്കണമേ. ഇവിടെ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്ത് ബിരുദങ്ങളെടുത്ത് വിവിധ ഇൻ്റർവ്യൂകളൊക്കെ പോയിട്ടും കർത്താവ് ഒരു ജോലിയില്ലാതെ നിയമനമില്ലാതെ ഇവിടെ ഭാരപ്പെടുന്ന അനവധി യുവതി യുവാക്കന്മാരുണ്ട്. അവരോട് ദൈവം കരുണ കാണിക്കണം, മനസ്സറിയണമേ. അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയി ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്നവർ, സ്ഥിരമായ ഒരു ജോലി കിട്ടാത്തവർ, വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും കർത്താവ് വിസ പുതുക്കി കിട്ടാത്തവർ, അപ്പോൾ തന്നെ കർത്താവെ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞിട്ട് അത് പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെയും കർത്താവെ എൻ്റെ വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികളുടെ ഹൃദയങ്ങൾ ഇടപെടണമേ. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്ന് സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, നാടും വീടുമായി യാതൊരു ബന്ധവുമില്ലാതെ മണലാരൻ്റെ കഷ്ടം സഹിക്കുന്നവർ, മരുഭൂമിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരോടൊക്കെ ദൈവം കരുണ കാണിക്കണം, മനസ്സറിയണമേ. അവരൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ ജനത്തിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മനുഷ്യരും മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവെ ജനത്തിന് വേണ്ടി ലോകമെമ്പാടും ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ അവിടുത്തെ കരം അത്ഭുതം ചെയ്യേണ്ടനായി പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന നിരവധി സഹോദരി സഹോദരന്മാർ വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നു. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല ആദമിന് തക്ക തുണை കൊടുത്ത കർത്താവെ സഹോദരി സഹോദരന്മാർക്കെല്ലാം തക്കതായ തുണை കൊടുക്കണമേ. ഹല്ലേലൂയ. അനവധി കുടുംബ ജീവിതങ്ങൾ തകർന്ന് ഡിവോഴ്സിൻ്റെ പക്കൽ കോടതിയിൽ കേസുമായി കിടക്കുന്ന അതിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുവാൻ കർത്താവെ ഉഭയസമ്മത പ്രകാരം ഉടമ്പടി പ്രകാരം യൗവനത്തിൽ കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവിശ്വാസം വരാതെ അവർ കർത്താവെ പരസ്പരം വഞ്ചിക്കാതെ കുടുംബജീവിതം സന്തോഷമായി പണിതുയർത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടതിൻ്റെ ഒരുക്കണ്ണായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുവാൻ നടി ദൈവം അത്ഭുതം ചെയ്യണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവർക്ക് തലമുറകളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാർദ്ധക്യ സഹജമായ സുഖങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെയും ദൈവം വിടുതലും ആശ്വാസം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെയായിട്ട് കടന്നു പോകുന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ, ജീവിതത്തിൽ നിരാശയിൽ അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, അവരെയൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ കോടാനുകോടി രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കണ്ണു കാണാത്ത ചെവി കേൾക്കാത്തവർ, മുടന്തന്മാരും കർത്താവേ വിവിധമായ വൈകല്യങ്ങളാൽ ഭാരപ്പെടുന്നവർ, അവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവേ ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്നവർ, നാളുകളായി കിടക്കയിലേക്ക് നരിയാണി ഉറപ്പിക്കാൻ കഴിയാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽപ്പാൻ കഴിയാതെ കിടക്കുന്ന ആയിരങ്ങൾ, കർത്താവേ അവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്തുകയാണ്. വാർദ്ധക്യ സഹജമായ സുഖങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെയും കർത്താവേ ആശ്വാസത്തിന് വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൗഖ്യദായകനായിരിക്കുന്ന യേശുവിൻ്റെ കരം സകല ജനത്തിനും പേരും വെളിപ്പെടട്ടെ. കർത്താവേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വസ്ഥതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ശാപത്തിൻ്റെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, ആഭിചാര മന്ത്രവാദ ദുർസേവകൾ, ദുർമന്ത്രവാദ സേവകൾ, അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന അനവധി ജീവിതങ്ങൾ കർത്താവേ എന്നൊരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജനത്തിൻ്റെ കർത്താവേ കഷ്ടങ്ങൾ മാറി വരേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലമുറകളെയൊക്കെ ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരസ്പരം കർത്താവേ കുടുംബത്തിനകത്ത് കലഹമുണ്ടായി, സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ, മാതാപിതാക്കൾ തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, മക്കളെ പോറ്റി വളർത്തി പ്രായമായി കഴിഞ്ഞ് മക്കൾ നല്ല നിലയിൽ എത്തിയപ്പോൾ മാതാപിതാക്കളെ വേണ്ടാന്ന മക്കളും മരുമക്കളും, ഹല്ലേലൂയ, മാതാപിതാക്കളെ ഓർഫണേജിൽ കൊണ്ടാക്കിയിട്ട് ഓൾട്ടേജ് കൊണ്ടാക്കിയിട്ട്
ആമേ കുടുംബത്തിൽ സന്തോഷമായി ജീവിക്കുന്നവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ സ്നേഹം മറന്നുപോയ അനേകം ആളുകൾ ആമേ മക്കളെ കർത്താവെ വളർത്തുവാനോ അല്ലെങ്കിൽ അവരെ വേണ്ടത് വെച്ച് കർത്താവെ കുഞ്ഞുങ്ങളെ ഓർഫനേജിലാക്കിയിരിക്കുന്ന അനവധി ആളുകൾ ആസ്വദിക്കൊരു മാറ്റം വരുത്തണമേ പ്രാർത്ഥിക്കുകയാണ്. അനവധി ആളുകൾ കർത്താവെ സ്വന്തം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ തടഞ്ഞും ആമേ ഭ്രൂണഹത്യയിൽ നശിപ്പിക്കുമ്പോൾ അവരൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെടാനുള്ള തിരിച്ചറിവുണ്ടായി അവരൊക്കെ ആ ദുഷ്കർമ്മത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. അനാഥരായിപ്പോയി ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ദൈവം ആശ്വാസം കൊടുക്കണമേ. വഴിയോരങ്ങളായിരിക്കുന്ന 10,000 ജനങ്ങളുണ്ടല്ലോ, അവർക്കും കർത്താവേ സ്വസ്ഥതയും സമാധാനം കൊടുക്കണ്ടായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ ജനത്തോട് ദൈവം ഇടപെടണമേ. അനവധി കുടുംബങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നു കർത്താവേ. ആമേ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ, മക്കളെ ബഹുമാനിക്കാത്ത അല്ലിയ മാതാപിതാക്കൾ, കുടുംബത്തിനകത്ത് അരാജകത്വം നിറയുന്ന അനുഭവങ്ങൾ ആസ്വദിക്കെല്ലാം ഒരു മാറ്റം വരുവാൻ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യന് ഓരോ മേഖലയിലും കഷ്ടം സഹിക്കുമ്പോൾ, നൊമ്പരം അനുഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിൽക്കിയ ഒരു മോചനത്തിനായി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഈ മനുഷ്യൻ്റെ അധ്വാനഫലം മുഴുവൻ ആമെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമി കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ മുഖാന്തരം അനേകം സഹോദരങ്ങൾ കഷ്ടം സഹിച്ച് വേദനയുടെ കടന്നു പോകുന്നു. അതിൻ്റെ നടുവിൽ വിടുതലയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമെന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ തന്നെ ആ ഒരു അനുഭവമില്ലാതെ കുടുംബങ്ങളെല്ലാം കലിതുള്ളി നിൽക്കുമ്പോൾ ആമെ പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ തമ്മിലടിച്ച് മരിക്കുന്ന ഒരു അനുഭവങ്ങൾ ആസ്വദിക്കെല്ലാം ഒരു മാറ്റം വരുവാൻ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ അയൽവക്കത്തൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിരുതർക്കങ്ങൾ, അത് മുഖാന്തരം ഉണ്ടാകുന്ന വെട്ടും കുത്തും കൊലയും കൊലപാതകവും പിന്നത്തേതിൽ എത്രയോ കുടുംബങ്ങൾ അനാഥമായി തീരുന്നത് ആമേൻ. അപ്പോഴുണ്ടാകുന്ന ദേഷ്യത്തിന് വേണ്ടി പലരും ആമേൻ കർത്താവെ കൈവിട്ട് ഓരോന്നും ചെയ്തിട്ട് പിന്നീട് ആ കുടുംബങ്ങളൊക്കെ അരാജകത്തിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യന് കർത്താവെ ഈ നാളുകളിൽ സുബോധത്തിൻ്റെ ആത്മാവിലേക്ക് മടങ്ങി വന്ന് ഹല്ലേലൂയ അവർ ഈ ഭൂമി കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ ഒരു നല്ല മാനസാന്തര ജീവിതം നയിപ്പാനായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ശുദ്ധീകരണം അയക്കണമേ. എല്ലാ മേഖലയിലും കർത്താവെ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലായിരിക്കുന്ന അനവധി ആളുകളുണ്ട്, അവരോടൊക്കെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ സംബന്ധമായി കർത്താവായ യേശുവിനെ അറിഞ്ഞതിന് പേര് കഷ്ടം സഹിക്കുന്ന അനേക മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വീടും നാടും ഒക്കെ വിട്ടു പോകേണ്ടി വന്നവർ, സ്വന്തം കുടുംബത്തെ ആറ്റി വായിച്ചവർ, സുവിശേഷ മുഖാന്തരം ജയിലിൽ കിടക്കുന്നവർ, സുവിശേഷ മുഖാന്തരം പീഡ അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം ഒരു സമാധാനം കൊടുക്കണമേ. ലോകരാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിൻ്റെതായ വലിയ കെടുതിയിൽ കടന്നു പോകുന്നു. ഇസ്രായേലിനോട് ദൈവം ഇടപെടനായി, ഇറാനോട് ദൈവം ഇടപെടുവാൻ ഹല്ലേലൂയ. ആമേ അമേരിക്കയോട് ദൈവം ഇടപെടനായി പ്രാർത്ഥിക്കുന്നു. ആമേ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രിയപ്പെട്ടവരേറെയാണ്. കുടുംബം പോറ്റാൻ വേണ്ടി ഉള്ളതെല്ലാം വീറ്റും പെറുക്കിയും കടം വാങ്ങി വിദേശത്ത് കടന്നുപോയിട്ട് കർത്താവെ പലരുടെയും ജോലി നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഇനി അങ്ങനെ വന്ന് നാട്ടിൽ കടക്കണിയാൽ ഭാരപ്പെടാതെ ആ വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുവാൻ ലോകസമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ലെന്ന് കർത്താവിൻ്റെ വചനം വായിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ലോകസമാധാനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകർന്നുകൊണ്ട് കർത്താവെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരപ്പെട്ട് സുവിശേഷൻ്റെ ഭാഗമായി തീരുവാൻ വലിയൊരു ആത്മാവിൻ്റെ വലിയ ഒഴുക്ക് ജനങ്ങളുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകുവാൻ സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ മനുഷ്യ സകല ദുഷ്കർമ്മങ്ങളും വിട്ട് മടങ്ങി വന്ന് ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് സുവിശേഷൻ്റെ ഭാഗമായി തീരുവാൻ ആത്മാവിൽ സത്യം ആരാധിക്കുന്ന വലിയൊരു കൂട്ടം ജനമായി മാറുവാൻ പാപത്തിൻ്റെ വഴികളെ വിട്ട് മടങ്ങി വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാനുള്ള കൃപ കൊടുക്കണമേ. തമ്മിലടിച്ചും കലഹിച്ചും രക്തച്ചൊരിച്ചിലൂടെ എത്ര കാലം മുന്നോട്ട് മനുഷ്യൻ കടന്നു പോകും? അത് മുഖാന്തരം ഉണ്ടാകുന്ന കർത്താവെ ശാപവും പാപവും രോഗവും മനുഷ്യൻ്റെ കർത്താവെ അല്ലിയ അസന്മാർഗികമായ ജീവിതങ്ങളും ശൈലികളും ഓരോ മേഖലയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ജനം പരസ്പരം സ്നേഹിപ്പാൻ കഴിയട്ടെ. തമ്മിൽ സ്നേഹിപ്പാനും തമ്മിൽ കരുതുവാനും ഒക്കെ ജനത്തിൻ്റെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. സകല മഹത്വം എടുക്കണം യേശു കർത്താവിൻ്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.